ഡിസിപ്ലിൻ ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഗോൾ പ്ലസ് റിവാർഡ് ഓഫ് ദ പെർസ്യൂട്ട് മൈനസ് കോസ്റ്റ് ഓഫ് ദ പെർസ്യൂട്ട്. വാല്യൂ ഓഫ് ദ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾക്ക് എത്രത്തോളം മീനിങ് ഫുൾ ആണ്, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, ദ വൈ, ദ റീസൺ. അത് പെയിൻ ബേസ്ഡ് ആവാം അല്ലെങ്കിൽ ഡിസയർ ബേസ്ഡ് ആവാം. പെയിൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ലോണൊക്കെ എടുത്താണ്ട് എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങി, അപ്പോൾ ആ സാധനം സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട് ജപ്തി ആവുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിസയർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംഭവം സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന എക്സാം പാസ്സാകാൻ പറ്റും, ഇങ്ങനെ സന്തോഷം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. രണ്ടാമത്താണ് റിവാർഡ് ഓഫ് പെർസ്യൂട്ട്. റിവാർഡ് ഓഫ് പെർസ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾ നിങ്ങൾ ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം എൻജോയബിൾ ആണ്, അതിൽ നിന്ന് എത്രത്തോളം ജോയ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്താണ് കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട്. കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗോൾ ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മളെ ടൈം, എഫേർട്ട്, അതായത് ആ ഒരു പെയിൻ ഈ ഒരു ഗോളിനെ ചേസ് ചെയ്യാനുള്ള അതിന് നമ്മൾ കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ വാല്യൂ ഓഫ് ദ ഗോളും അതുപോലെ തന്നെ റിവാർഡ് ഓഫ് പെർസ്യൂട്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഓഫ് പെർസ്യൂട്ടിനെക്കാട്ടും കൂടുതലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ചെയ്യാൻ നമുക്ക് അത്രത്തോളം നമ്മളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല.